ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് മോളെ മോളെ ഷാരി ചേച്ചി ചേച്ചി മോളെ ചേച്ചി എടി നീ അവിടെ ജോലിയൊന്നും എടുക്കുന്നില്ല, ഏതു നേരം കിടപ്പാന്നൊക്കെയാ അവര് പലരോടും പറയുന്നത്. എന്റെ വളർത്തു ദോഷം കൊണ്ടാ നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് അവരാ സേതുവിന്റെ അമ്മയോട് പോയി പറഞ്ഞു. ചേച്ചിയുടെ കുറ്റങ്ങൾ തന്നെയാ അവരാങ്ങളെയും പെങ്ങളും കൂടി സ്റ്റേഷനിലും വന്ന് പറഞ്ഞത്. രണ്ടിനെയും ശരിക്കൊന്ന് വരട്ടിയാ വിട്ടിരിക്കുന്ന. അതുകൊണ്ടൊന്നും അവര് നന്നാവാൻ പോകുന്നില്ല ശാലിനി. നിനക്കറിയോ, പണി മുഴുവനും ചെയ്ത് തളർന്ന് രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അവര് മനഃപൂർവ്വം ചോറെടുത്ത് അപ്പുറത്തെ പശുവിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാടിയിലെടുത്തിടും. എന്നിട്ടൊരു പറച്ചിലും നീ കഴിച്ചു എന്നോർത്തെടുത്തിട്ടെന്ന്. എത്രയോ രാത്രികള് പട്ടിണിയായിരുന്നു. വിശപ്പ് കടിച്ചു പിടിച്ച് കിടന്ന് നേരം വെളുപ്പിക്കും. ഉറക്കം വരുമോ അതുമില്ല. എന്റെ സങ്കടങ്ങൾ നിങ്ങളോടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞറിയിക്കാന്ന് വെച്ച ഫോണ് വരെ അവര് പിടിച്ചു വെച്ചിരിക്കയല്ലേ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ രാജീവേട്ടൻ എവിടെ നമ്മെ നേരം വീട്ടിലുണ്ടാവാറില്ല. കൂട്ടുകൂടി സ്വയം സന്തോഷിച്ച് നടക്കാൻ വലിയ കാര്യോ. എന്തെങ്കിലും അമ്മയെക്കുറിച്ച് പറയാൻ പോയ ഇതൊക്കെ സകല കുടുംബങ്ങളിലും നടക്കുന്നത്. വന്നു കയറിയ പെണ്ണുങ്ങള് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടെന്നും പറയും. ശരിക്കും കൂട്ടിലടക്കപ്പെട്ട അവസ്ഥയായിരുന്നു അമ്മ എനിക്ക് അവിടെ. സ്നേഹത്തോടെ ഒരു വാക്ക് രാജീവേട്ടൻ പോലും പറയില്ല. എന്തിനമ്മേ ഞാൻ അങ്ങനെ അവിടെ ജീവിക്കുന്നത്? അമ്മയ്ക്കറിയോ, മരിക്കാൻ വരെ ഞാൻ തീരുമാനിച്ചത് അപ്പോ. അന്ന് അകത്തൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞത്. എന്നിട്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം പച്ചമരുന്നുകളാണെന്നറിയോ ആ അമ്മയും അമ്മാവനും കൂടി എന്നെ കൊണ്ട് കുടിപ്പിച്ചത്. സുഖപ്രസവത്തിനാണെന്നും പറഞ്ഞ് തന്ന ലേഖ്യം മുഴുവൻ എന്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മ. അബോർഷനായി കിടന്നിട്ടും അവര് ക്രൂരത നിർത്തിയില്ല. വയ്യാതെ ഞാൻ നിലത്ത് വീണിട്ടും ഒന്ന് വിശ്രമിക്കാൻ പോലും എന്നെ അവരനുവദിച്ചില്ല. വാഷിംഗ് മെഷീൻ കേടാക്കി വെച്ചിട്ട് വലിയ വലിയ പുതപ്പുകൾ എന്നെ കൊണ്ട് അലക്കിപ്പിച്ചു. ഒരാഴ്ചയാ ഞാൻ ആശുപത്രി കിടന്നത്. അവിടുത്തെ നഴ്സുമാരുടെ കാരുണ്യം കൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. രാജീവേട്ടന് അപ്പോഴും ഇപ്പോഴും അമ്മ പറയുന്നതിനപ്പുറം ഒരു വാക്കുമില്ല, ഒരു പ്രവൃത്തിയുമില്ല. അമ്മയ്ക്കറിയോ, എന്നെ കൊല്ലാനായിട്ട് ഗ്യാസ് സ്റ്റവ് വരെ അവര് തുറന്നിട്ടിട്ടുണ്ട്. തലനാരിഴയ്ക്ക് അമ്മ ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് മോളെ മോളെ ഷാരി ചേച്ചി ചേച്ചി മോളെ ചേച്ചി എടി ചേച്ചി ഷാരി ചേച്ചി മോളെ നീ കുറച്ച് വെള്ളം എടുത്തേ മോളെ. എടി മോളെ ഷാരി മോളെ എടി വേഗം കൊണ്ടുവാടി. മോളെ ചേച്ചി മോളെ ഷാരി
നിനക്ക് എന്താടി പറ്റിയേ? വെള്ളം വെള്ളം കൊടുക്ക്, വെള്ളം. എന്താ കുടിക്കേ? അബോർഷന് ശേഷം ഇങ്ങനെ അമ്മ സംസാരിച്ചിരിക്കുമ്പോ ബോധം മറിഞ്ഞു പോവും. ശോ, ചേച്ചി എഴുന്നേക്ക്. എഴുന്നേക്ക്. മോളെ, കുഴപ്പമില്ല അമ്മ. ഇതൊന്നും രാജീവ് സാറ് കാണുന്നില്ലായിരുന്നോ? കുറെയൊക്കെ മനസ്സിലായതുകൊണ്ടാവണം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയത്. ആ ദേഷ്യത്തിന് രാജീവേട്ടൻ ഹയർ സ്റ്റഡീസ് എന്നും പറഞ്ഞ് യുഎസിലേക്ക് പോയത്. എന്റെ പെൺമക്കൾ 3 പേരും എനിക്ക് വന്ന കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാവുന്ന സമയത്തെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയത്. അതിനു വേണ്ടി എടുത്ത ദുരിതങ്ങളും ഏറെയാ. പക്ഷെ ഒരാൾക്കും നല്ലൊരു ജീവിതം ഈശ്വരൻ കൊടുത്തില്ല. നിനക്കിതൊന്നും അറിയാത്തത് ജോലിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നിനക്കും ഇത് തന്നെ ആയിരുന്നേനെ ഗതി. ശ്യാമയുടെ അവസ്ഥയും കഷ്ടം തന്നെയാ. എന്താ മക്കളെ ഈശ്വരൻ നമ്മളോട് മാത്രം ഇങ്ങനെ ക്രൂരത കാണിക്കുന്നെ? മോളെന്തായാലും കുറച്ചു നേരം പോയി കിടക്ക്. കുറെ അധികം സംസാരിച്ചല്ലേ. കുറെ പഴയ അനുഭവ കഥകളൊക്കെ ഓർത്തെടുത്തതല്ലേ. വാ. വിഷ്ണുവേട്ടൻ വന്നു എന്നാ തോന്നുന്നു. ശാലിനി, ദേവൻ വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. ശാലിനി, മോളെ, മോളെ എങ്ങനെയുണ്ടടി? കുഴപ്പമൊന്നുമില്ല അമ്മ. ഇതൊക്കെ ഇപ്പൊ എനിക്ക് ശീല. അമ്മ ഇതെന്താ പുറത്തു തന്നെ നിന്നെ കേറുന്നില്ലേ?